ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കർശനമായ നടപടി ഉണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. FCRI ഫണ്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ തട്ടിക്കൂട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്നും ഞാൻ അറിയിക്കുകയാണ്. അതിന് നമ്മൾ എല്ലാ അധികാരികളിലും ഇതിൽ സമ്മർദ്ദം ചെലുത്തി ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ വരുമ്പോൾ തന്നെ കുട്ടികളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരാൾ വടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാം നമ്മുടെ മലയാളി കുട്ടികളല്ല, മറ്റുള്ള കുട്ടികളാണ്. അവർ പേടിച്ച് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. ഇപ്പൊ പുറത്ത് നിൽക്കുന്ന കുട്ടിയെ വിളിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു, കയറിപ്പോടാന്ന് പറയുന്നു. അത് അതർ ഭാഷയിലാണ്. നമസ്കാരം. പുനലൂര് 12 വയസ്സ് മാത്രം പ്രായമായ ഒരു ആൺകുട്ടിയെ ഉപദ്രവിക്കുകയും പൈസ മോഷണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കുകയും അതിനെ കാലിൽ കെട്ടി തൂക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് വരട്ടുകയൊക്കെ ചെയ്ത് നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും വളരെ ഉപദ്രവം ഉണ്ടായാൽ വളരെ കഠിനമായ നിയമങ്ങളാണുള്ളത്. എന്നിട്ട് പോലുമാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത്. സമീപവാസിയായ ഒരു സഹോദരൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹം ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്? പറവന്തൂർ പഞ്ചായത്ത് സമിതി അധ്യക്ഷനാണ് ഞാൻ. വിളിച്ചേക്കാം. മുൻപും ഈ സ്ഥാപനത്തെക്കുറിച്ച് നിരവധി പരാതികൾ ഈ പ്രദേശത്ത് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് ഇവിടെ താമസിക്കുന്ന കൊച്ചു കുട്ടികളെ കൊണ്ട് തോട്ടിൽ നിന്ന് മണൽ വാരിക്കുന്ന സംഭവങ്ങൾ പോലും നിലവിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നിയമപരമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കർശനമായ നടപടി ഉണ്ടാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിർധനരായവരെയാണല്ലോ, കുട്ടികളാണല്ലോ ഇവിടെ എത്തപ്പെടുന്നത്. എന്ന് വെച്ചാൽ അവരെ വീട്ടിൽ അത്രയും കുട്ടികളെ നോക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണല്ലോ ഇത്തരം സ്ഥാപനങ്ങളിൽ കുട്ടികളെ എത്തിക്കുന്നത്. ഇത്തരം കുട്ടികളെ ഇവർ ചൂഷണം ചെയ്യുന്നു. അതാണ് യഥാർത്ഥ സത്യമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അവരുടെ ദാരിദ്ര്യത്തെ ഇവർ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബാലാവകാശ കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ഇത്തരം ആൾക്കാരിൽ നിന്നും ഇത് പൊതുജന രോഷം ഉയർന്നു വരികയാണ്. ഇന്ന് തന്നെ ഞങ്ങളുടെ ഒരു പ്രതിഷേധ പരിപാടി, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധ പരിപാടി ആലിമുക്കിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ശക്തമായ പ്രതിഷേധ പരിപാടികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഈ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടാകുന്നതായിരിക്കും എന്ന് അറിയിക്കാൻ. അതേപോലെ തന്നെ ഇവർക്ക് അറിയാൻ കഴിഞ്ഞല്ലോ, മദ്യപാനിയായ ഒരാളാണ് ഇത്. അദ്ദേഹം ഈ സ്ഥാപനത്തിന് യോഗ്യതയല്ലാത്ത ഒരാളെയാണ് ഇവിടെ നിയമിച്ചിരിക്കുന്നത്, പുറത്താക്കാതെ. ഇത്തരം ആൾക്കാരെ നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നത്. ഈ സ്കൂളിന്റെ, അതായത് ഈ സ്കൂള് കണ്ടാൽ തോന്നുന്ന ഒരു വ്യാജ സ്ഥാപനം എന്ന രീതിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഇത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് FCRI ഫണ്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ തട്ടിക്കൂട്ടുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുമെന്നും ഞാൻ അറിയിക്കുകയാണ്. അതിന് നമ്മൾ എല്ലാ അധികാരികളിലും ഇതിൽ സമ്മർദ്ദം ചെലുത്തി ഇത്തരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഇതൊക്കെ ഒരു ഭീഷണിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാവി തലമുറയ്ക്ക് വളർന്നു വരുന്നവരാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വളരെ എന്തെങ്കിലും അവരെ ഉപദ്രവിക്കുകയോ എന്ത് ചെയ്താൽ വളരെ കർശനമായ നിയമമുള്ള രാജ്യമാണ് ഭാരതം. അവിടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഈ ബാലവേല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒരു സംഭവമാണ്, അതൊരു നിയമമാണ്. എങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ കുട്ടികളെ ചൂഷണം ചെയ്യുകയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ അധികാരികളുടെ ഭാഗത്തു നിന്നും കർശനമായ നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനും എൻ്റെ പ്രസ്ഥാനവും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയിക്കാനുള്ളത്. അദ്ദേഹം പറയുന്നത് ഇതിനെതിരെ, ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഇതേ കണക്ക് കുട്ടികളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുക, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള നിരവധി പരാതികളാണ് സമീപവാസികളും ഒക്കെ ആയിട്ടുള്ളവർ നമ്മളോട് പറയുന്നത്. എന്തായാലും ഇത്തരം സ്ഥാപനങ്ങൾ സുതാര്യതയല്ലാതെ കുട്ടികളെ ചൂഷണം ചെയ്യാനും വേണ്ടി കെട്ടിപ്പൊക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സമൂഹത്തിന് ആപത്താണ്. അത് മാറ്റിയെടുക്കുക, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷത്തിൻ്റെയൊക്കെ യുവജന സംഘടനകളെല്ലാം ഇവിടെ സമരമായിട്ട് വരികയുണ്ടായി. അതേ കണക്ക്
കണക്ക് BJP-യുടെ പ്രവർത്തകർ, അതിനൊക്കെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒത്തൊരുമയോടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ പോരാടുകയും അത് സുതാര്യമായിട്ട് കൊണ്ടുവരാനും ചെയ്യും. എന്തായാലും ഇത്തരം കുട്ടികളെ, വളർന്നു വരുന്ന പുതുതലമുറയിലേക്ക് നാടിൻ്റെ നാളത്തെ നന്മയ്ക്കായിട്ട്, നാളത്തെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാനുള്ള യുവാക്കളായിട്ട് വരുന്നവരാണ് ഈ കുട്ടികൾ. അവരെയാണ് ഇത്തരത്തിൽ കൊച്ചിൽ ചെറുപ്രായത്തിൽ ഉപദ്രവം നേരിടേണ്ടി വന്നത്. എന്തായാലും അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. ശക്തമായ ഒരു എതിർപ്പ് അല്ലെങ്കിൽ അതുണ്ടായിക്കൊണ്ട് എന്തായാലും ഇപ്പോൾ അവരെല്ലാം അടച്ചു പൂട്ടിക്കെട്ടി പോയിരിക്കുകയാണ് സ്ഥാപനം. അതിന് നിരവധി പോലീസുകാർ വന്നു. ഇതിൻ്റെ പ്രതിയായിട്ടുള്ളവരെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് മലയാളി വാർത്ത രാംഭദ്രൻ. എന്താണ് ലിവിംഗ് ക്വാർട്ടേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് ഒരു ദുരൂഹത നിറഞ്ഞ ഒരു സ്ഥാപനമാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഇത് നടക്കുന്നുണ്ടെങ്കിലും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ഈ സ്ഥാപനമായിട്ടൊരു ബന്ധമോ അല്ലെങ്കിൽ പ്രദേശവാസികളിവിടെ കടന്നു വരികയോ ഒന്നും ചെയ്യാറില്ല. ഇവിടെ ഇവർ പറയുന്ന കുട്ടികൾ കൂടുതലും അതർ സ്റ്റേറ്റുകൾ, മറ്റേ അടുത്ത സ്റ്റേറ്റുകൾ, മിസോറാം, നാഗാലാൻഡ് അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലെ കുറേ കുട്ടികളെയാണ് ഇവരിവിടെ പഠിപ്പിക്കുന്നത്. മണിപ്പൂർ സംഘർഷം നടക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഇവിടെ കുട്ടികൾ കൊണ്ട് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം വരേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ സ്വാഭാവികമായി ഇവിടെ ഒരു ദുരൂഹത ആ സമയത്തുണ്ടായി. പക്ഷെ ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ അതിനെക്കുറിച്ച് ആ സമയത്ത് പുറത്ത് ചർച്ച ചെയ്താൽ അതിനെ ഒരു വർഗീയവൽക്കരണം നടത്തും എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറുകയും അതിനുശേഷം പുറത്തിവിടുത്തെ വിഷയങ്ങളൊന്നും അറിയില്ല. അതിൻ്റെ കാരണം ഈ പരിസരവാസികൾ ആരും തന്നെ ഈ സ്ഥാപനത്തിലേക്ക് വരാറില്ല. ഈ പ്രദേശത്തിലൊക്കെ മലയാളി കുട്ടികളല്ല ഇവിടെ അധികം പഠിക്കുന്നത്. അതർ സ്റ്റേറ്റിലുള്ളവരാണ് കൂടുതൽ ഇവിടെ പഠിക്കാൻ എത്തുന്നത്. കുറച്ച് കുട്ടികൾ മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ സംഭവം അറിഞ്ഞപ്പോൾ വരുന്നത്. അപ്പൊ അഥവാ മലയാളി കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവർ ഇവിടുത്തെ ഉപദ്രവം കാരണം അവർ വീടുകളിലേക്ക് പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടായിട്ടാണ് നമ്മളടുത്ത് പ്രദേശവാസികൾ ഇപ്പൊ പറഞ്ഞത്. ഇത് പുറത്തുള്ളവർക്കൊന്നും ഇവിടെ ഒരു കാര്യാനുസരണം കയറാനുള്ള ഒരു അവകാശങ്ങളൊന്നുമില്ല. അവരതിനകത്ത് അനുവദിക്കാറില്ല. പിന്നെ ഞാനൊരു പത്ര ഏജന്റ് കൂടിയാണ്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഒരു വർഷം മുമ്പ് ഇവിടെ പത്രം എടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ കളക്ഷന് വരുമായിരുന്നു. കുട്ടികളാണ് പത്രം കൊണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ആയിട്ട് ബന്ധപ്പെടും കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോൾ പോലും നമ്മളെ ഒരു അല്പം അകലം മാറ്റി ഇവിടെ വരെ വരാനുള്ള ഒരു ഇതേ ഉള്ളൂ. അവർ പെട്ടെന്ന് ഓടി വരും. ഓടി വന്നിട്ട് പൈസ തന്നിട്ട് നമ്മളെ പറഞ്ഞു വിടാം. ഒരു അകത്തോട്ട് സ്ഥാപനത്തിനകത്തോട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് കടത്താനോ അവിടുത്തെ കാര്യങ്ങൾ അറിയാനോ എന്ന് പറഞ്ഞാൽ പോലും മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത് ഇതണക്ക് മീഡിയക്കാരെയും മറ്റുള്ളവരെ അകത്തോട്ട് കയറ്റത്തില്ല. അത്രയ്ക്കും വലിയ സെക്യൂരിറ്റി. ജയിലിൽ വരെ വേണമെങ്കിൽ നമുക്ക് പോയി ആൾക്കാരെ പോയി കാണാം. പറഞ്ഞല്ലോ, ഇത് ദുരൂഹത നിറഞ്ഞ ഒരു സ്ഥാപനമായിരുന്നു. പക്ഷെ നമ്മൾ അതിനകത്ത് അന്ന് പ്രതികരിക്കാതിരുന്നതിന്റെ കാരണം പ്രതികരിച്ചു കഴിയുമ്പോൾ അത് മറ്റു രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉള്ള ഇതുകൊണ്ടും പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും പുറത്തോട്ട് വരുന്നുമില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ അന്ന് കുട്ടികളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരാൾ വടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാം നമ്മുടെ മലയാളി കുട്ടികളല്ല, മറ്റുള്ള കുട്ടികളാണ്. അവർ പേടിച്ച് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന കുട്ടിയെ വിളിക്കുന്നു, ഷൗട്ട് ചെയ്യുന്നു, കയറിപ്പോടാന്ന് പറയുന്നു. അത് അതർ ഭാഷയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതി ഞാൻ കണ്ടിട്ടുള്ളതാണ്, നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇനി ഏത് കുട്ടിയായാലും, മലയാളി കുട്ടിയായാലും അന്യ സ്റ്റേറ്റുകളിലെ കുട്ടികൾ, നമ്മുടെ രാജ്യത്ത് നിയമം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും സ്ത്രീകൾക്കും കർശനമായ ശിക്ഷാ നടപടികളാണ്. എന്നിട്ടാണ് ഇതുപോലുള്ള പ്രവർത്തികൾ നടത്തുന്നത്. അതെ അതെ അതെ. ഇവര് വളരെ മാനുഷികമായ ഒരു പരിഗണനയും നൽകാതെ മൃഗീയമായി അടിമകളെ പോലെ കുട്ടികളെ കൊണ്ടുവന്ന് അടിമ വേല ചെയ്യിക്കുന്ന ഒരു രീതിയിലേക്ക്, പിന്നെ വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് ഇവരിവിടെ കൊഴുത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് വലിയൊരു സത്യം. ഇതിന് എന്തായാലും ഈ സ്ഥാപനം ഇവിടെ നടത്താൻ ഈ നാട്ടുകാരും ഞങ്ങൾ പൊതുപ്രവർത്തകരും അനുവദിക്കത്തില്ല. കാരണം ഇത്തരത്തിലുള്ള ദുരൂഹതയുള്ള ഒരു സ്ഥാപനത്തിൽ നാളെ കൊലപാതകം നടക്കാം. കൊലപാതകം നടന്നാൽ അറിയാതിരിക്കാം. മറ്റേ സ്റ്റേറ്റിലെ ആൾക്കാരാണ്. അപ്പം ഇതുകൊണ്ട് ദുരൂഹതയുള്ള ഈ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഞങ്ങൾക്ക് സർക്കാരിനോട് തന്നെ ആവശ്യപ്പെടാനുണ്ട്. അതിനുവേണ്ടിയുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല.